ഇൻഷാ അല്ലാഹ് ഓക്കെ ആണ്. പിന്നെ നമ്മൾ തുടങ്ങാണ്. ആക്ടിവിറ്റി ആണോ വേണോ? എന്താ ആക്ടിവിറ്റി അപ്പൊ നിങ്ങൾക്ക് തരിക? നിങ്ങൾ ചോറ് കഴിച്ചിക്കണോ? ആ ആയിക്കോട്ടെ. റെഡി. ഭയങ്കര രസമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നല്ല ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണേ. ഭയങ്കര രസമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. രണ്ട് സാധനമാണ്. നിങ്ങൾക്ക് മൂക്കുണ്ടെങ്കിലും തൊട്ടാണി ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട്. ആയിക്കോട്ടെ. ഈ മൂക്ക് നിങ്ങള് തപ്പി നോക്കണ ആക്ടിവിറ്റി. മൂക്ക് തപ്പി വെക്കുക. മൂക്ക് എവിടെ കിട്ടണില്ലല്ലോ റബ്ബെ എന്ന് ആലോചിക്കുന്ന ഒരു ആക്ടിവിറ്റി വേണോ? അതിനാദ്യം എന്ത് ചെയ്യുന്നറിയോ? ഇടത്തെ കൈയില്ലേ, ഇടത്തെ കൈ ചെവിമ്മ പിടിച്ച ചെവി, വലത്തെ കയ്യ് എന്താ, ഞാനൊന്ന് എണീറ്റ് കാണിക്കാനും ചിലപ്പോ. ഇടത്തെ കൈ ചെവിമ്മേ, വലത്തെ കൈ മൂക്കുമ്മേ. യെസ്. ഇതിങ്ങനെ വിടുക. എന്നിട്ട് വലത്തെ കൈ മൂക്കുമ്പോ പിടിക്കുക, ഇടത്തെ കൈ ചെവിമ്മേ. ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കാം കേട്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കണം. ഓക്കെ. വീണ്ടും വിടുക. വലത്തെ കൈ ഇപ്പൊ ഏതാ? ഇനി നേരെ തിരിച്ച് ഓപ്പോസിറ്റ്. ഇടത്തെ കൈ മൂക്കുമ്മേ, വലത്തെ കൈ ചെവിമ്മേ. നേരത്തെ പറഞ്ഞിട്ട് ഓപ്പോസിറ്റ്. വീണ്ടും വിടുക. ഓപ്പോസിറ്റ് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പതുക്കെ ചെയ്താൽ മതി. ഞാൻ ആക്ടിവിറ്റിയിലേക്ക് വരാം. അതിന്റെ മുമ്പ് പതുക്കെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് പഠിച്ചോളി. ഇങ്ങനെ കണ്ടോ? ആദ്യം ഇടത്തെ കൈ, പിന്നെ വലത്തെ കൈ. ആദ്യം ഇടത്തെ കൈ, പിന്നെ വലത്തെ കൈ. ഓക്കെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇത് സ്പീഡിൽ ചെയ്താണ്. മാക്സിമം സ്പീഡിൽ ചെയ്യാം. മാക്സിമം സ്പീഡിൽ. മൂക്ക് തപ്പണം. മൂക്കും ചെവിയും പോണം. മാക്സിമം സ്പീഡിൽ. എടാ എന്റെ മൂക്ക് എവിടെ? മാക്സിമം സ്പീഡിൽ ചെയ്യും. മാക്സിമം സ്പീഡില്. എന്തോ ഒരാള് കാട്ടിന് കണ്ടോ? മൂക്കുമ്പോ അങ്ങനെ പിടിച്ചോട്ടെ. കാട്ടോ. അല്ല ഭദ്രാണോ? രണ്ട് കൈ മാറ്റണ. മൂക്ക് തപ്പിയോ? കണ്ടോ? ചില ആൾക്കാർ പോയി ഇങ്ങനെ കാട്ടും. അവന് മൂക്ക് ഫ്രീ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂക്ക് പക്കട വരും. അതോടുകൂടി മൂക്ക് ലോക്ക്. ഇങ്ങനെ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി ചെയ്യണം. സ്പീഡിൽ ചെയ്യണം. മാക്സിമം സ്പീഡിൽ ചെയ്യണം. ഒന്നുകൂടി. റെഡി? 1 2 3 സ്റ്റാർട്ട്. മാക്സിമം സ്പീഡിൽ ചെയ്യടാ. അവിടെ ഇങ്ങനെ നോക്കിക്കല്ലേ. റെഡി. മാക്സിമം സ്പീഡിൽ ചെയ്താലേ അതിന്റെ അനുഭവം കിട്ടുള്ളൂ. അതിങ്ങനെ ആക്കും പോലെ ഇങ്ങനെ കാട്ടിയിട്ടൊന്നും കാര്യമില്ല. സ്പീഡിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പോണം. ഓക്കെ. റെഡി. അതിന്റെ അനുഭവം കിട്ടിയാല് ചിരിക്കണുണ്ട്. അതെന്താ വെച്ചാല് മൂക്ക് തപ്പുകയാണ് ഓല്. മൂക്ക് എവിടെ നിന്ന് കിട്ടണില്ല. സ്പീഡിൽ ചെയ്യുമ്പോ എന്ത് ചെയ്യും? മൂക്ക് മറന്നുകാണ്ട് വീണ്ടും ചെയ്യുമ്പോ പോയി പിടിച്ചു. പിന്നെ ചെയ്യുമ്പോൾ രണ്ടുപാട് മൂക്കുമ്പോ കടവരും. അങ്ങനെ കുറെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞില്ല, നമുക്ക് ലെഫ്റ്റ് ബ്രെയിനും ഉണ്ട്, റൈറ്റ് ബ്രെയിനും ഉണ്ട്. ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റി ഉണ്ടല്ലോ. അതിന് സാധാരണ പറയാം ബ്രെയിൻ ജിം ആക്ടിവിറ്റി എന്നാണ്. അതായത് നമ്മൾ ജിമ്മിൽ പോയാൽ നമ്മളെ ശരീരം റെഡി ആവൂലേ, ശരീരം സെറ്റ് ആവൂലേ ജിമ്മിൽ പോയാല്? അതേപോലെ ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ ചെയ്താൽ നമ്മളെ ബ്രെയിന് സെറ്റ് ആവും, നമ്മളെ ബുദ്ധി. ഇതാണ് ബ്രെയിൻ ജിം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ബുദ്ധിക്ക് ശക്തി നൽകുന്ന ആക്ടിവിറ്റികളാണ്. അതുകൊണ്ട് ഇത്തരം ആക്ടിവിറ്റികൾ നല്ലതാണ്. പ്രത്യേകിച്ച് ഞാനൊരു പഠന റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അതായത് ബ്രെയിൻ ജിം ആക്ടിവിറ്റി ഈ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് നിരന്തരമായിട്ട് ബ്രെയിൻ ജിം ആക്ടിവിറ്റി കൊടുക്കുന്നതിലൂടെ അവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ട് എന്നുള്ളത് ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തെ കോട്ട് ചെയ്തുകൊണ്ട്
ഒരു പ്രമുഖ പ്രഭാഷകൻ കേരളത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് കാര്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബ്രെയിൻ ജിം ആക്ടിവിറ്റി നമ്മളെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കുകയും അത് കാരണം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ദിവസവും ബ്രെയിൻ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കും കുട്ടികളെ കൊണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ബ്രെയിൻ ആക്ടിവിറ്റി നിരന്തരമായിട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ബ്രെയിന്, അവരുടെ ബുദ്ധി നന്നായിട്ട് വികസിക്കുകയും അത് കാരണം പഠനത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഉസ്താദ് പറയുന്ന ആക്ടിവിറ്റി ഒക്കെ ചെയ്യാം. ഉസ്താദ് മിക്കവാറും ഒക്കെ ബ്രെയിൻ ജിം ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്സ് കൂട്ടുന്ന ആക്ടിവിറ്റി ഒക്കെ ആയിരിക്കും മിക്കവാറും തരിക, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പവർ കൂട്ടുന്ന ആക്ടിവിറ്റികൾ. അപ്പൊ അതുകൊണ്ട് ചെയ്യാതിരിക്കരുത്, മടിച്ചിരിക്കരുത് കേട്ടോ. ചെയ്യണം, കൂടെ ചെയ്യണം. ചില ആൾക്കാർ അവിടെയൊക്കെ മടിച്ചു നിൽക്കുകയാണ്. ഉസ്താദ് ഇപ്പൊ അവിടെ അങ്ങനെ നോക്കി ഒരാൾ കാട്ടിയ ഐഡിയ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആളവിടെ ഉണ്ട്, ആളെ ഞാൻ കാണുന്നുണ്ട്. അടങ്ങാണ്ട് ഇട്ട് നോക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ മൂക്കുമ്പോ ഇങ്ങനെ പിടിച്ചിക്ക, എന്നിട്ട് ഇതെന്തിരിക്കുന്നോ ഗട്ടു 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 ഗട്ടു. അപ്പൊ പിന്നെ ഓന്റെ മൂക്ക് തരേണ്ടിയവന് വന്നിട്ടില്ല, കാരണം മൂക്കുമ്പോ പിടിച്ചിരിക്കല്ലേ, അത് വിട്ടിട്ടില്ല. രണ്ടും വിടണം കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് തുടങ്ങാണ്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനേ നേരത്തെ നിങ്ങൾക്ക് ലിങ്ക് നൽകിയപ്പോ ഒരു രസമുണ്ട്. ഞാൻ അങ്ങനെ ആലോചിച്ചു, അതായത് തട്ടിച്ച് ഏതെങ്കിലും അക്ഷരം പറയാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ഷോർട്ട് ടേം ടൈം ആയതുകൊണ്ട് ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് മനസ്സിക്ക്. അതായത് ഒരാളുണ്ട്, കുലുക്കി തക്കത്ത കുലുക്കി തക്കത്ത കുലുക്കി തക്കത്ത കുലുക്കി തക്കത്ത, അങ്ങട് ഉലുക്കി ഇങ്ങട് ഉലുക്കി, എങ്ങോട്ടൊക്കെ കുലുക്കണതാവോ. ഏതായാലും ഇത് ഇങ്ങനെ പാടിയോണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാൻ മൈക്കോണാക്കി കൊടുത്താണ്. അപ്പണ്ട് പെരും പാട്ടാണ്. ആയിക്കോട്ടെ, റെഡി ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മൾ തുടങ്ങാണ്. സെറ്റാണല്ലോ അല്ലേ? സെറ്റാണോ? നല്ല രസമുള്ള ഒരു പാട്ട് ഞാൻ പാടിത്തരും. പാടണോ? പാടണമെന്നില്ല, ഒന്ന് കൈപ്പൊക്കെയാണ്. നല്ല രസമുള്ള പാട്ട്. എനിക്ക് പാടാനൊന്നും അറിയില്ല. നിങ്ങൾ യൂട്യൂബ് ലിങ്ക് ഒന്നും ആർക്കും അയച്ചുകൊടുക്ക ചെയ്തിട്ടോ. ഞാനൊന്ന് പാടിയാല് ഒക്കെ ആൾക്കാർ കേൾക്കുള്ളൂ. ആയിക്കോട്ടെ, എന്നൊരു 4 വരി പാടാം, എന്നിട്ട് നമ്മളെ പാടത്തിന്റെ ഭാഗത്തേക്ക് പോകാം. പറ്റൂലേ? എന്നൊരു 4 വരി പാടാം. പറ്റുക? നിങ്ങൾക്ക് ഇഷ്ടമല്ല പാട്ടെന്നെ ആയിക്കോട്ടെ. ഉസ്താദ് പാടാനൊന്നും അറിയില്ല കേട്ടോ. ഉസ്താദ് വെറുതെ ഇങ്ങനെ പാടി വെക്കാണ്. എനിക്ക് നിങ്ങളെ ഹാപ്പി ആക്കണം, എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ. അതിനും വേണ്ടിയിട്ട് ഓരോ വിക്രസുകൾ കാട്ടണുണ്ട്, വേറൊന്നുമല്ല. റെഡി ഇൻഷാ അല്ലാഹ്. ആ പാട്ടോണെങ്കിൽ കിട്ടണില്ല. ഏതായാലും നോക്കട്ടെ. പാട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ പാട്ടൻ പാടാം. നേരത്തെ തീരുമാനിച്ചൊന്നല്ല പാട്ട് പാടണം എന്നുള്ളത്, ഇപ്പം വെറുതെ ചോദിച്ചാണ്. പാട്ട് കിട്ടുന്നില്ല. റെഡി. റെഡി ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ലാസ്റ്റ് പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം പറയണം. പറ്റൂലേ? റെഡി അല്ലേ? ഉറ്റിസാലീസൊരു വട്ടം കൂടി ചുമടിട്ടു ചാടി കടുപ്പത്തിലെ ഉറ്റമീറ്റ് പുലിമാട്ടി വീട്ട് കടുചട്ടമാട്ടം ഉയരത്തിലെ ഒറ്റ വെട്ട് കൊടുത്തിട്ട് പാറ്റി
ഹാജർ കട്ടില ചൊടിയുമറ്റതായി ഉടുകീറും ഇടക്കേടൻ സീറും എടൈക്കൂടി പാണി മുറിയായതായി വെട്ടിൽ തലവലിയും ക്ഷണമില വെട്ട് വലകശിയും മുറിപടം തെട്ടിതിടാ സമയം ദുരയവൻ കിണ്ടു സുരമയ്യോ നിലവിളി കൊണ്ടുടന്നയ്യോ കമർ കുഫർ കണ്ടവരാവയ്യോ ഈശ്വരവീലത്താൽ കുതുകൂലത്താൽ കലകാലക്കം കുലുകൂലുക്കം സൈഫൂടൽ തോക്കുകളെടുത്തിയിടയും വീരുത്താർ ചിലർക്കാരുത്താൽ ഇനിയൊരു കാലമേ ഈരിക്കാതവ മാരിക്കം നരിമാരക്കാരെയും വിടവിട അടുത്തടയട പിടികടുകട വെടിച്ചെടു ചടപട വിടവിട അടുത്തടയട പിടികടുകട വെടിച്ചെടു ചടപട വീരുതർ മഹാ പുലി ഉരമിൽ കലകിടും ശരിയിൽ അരിശമിൽ പൊരുതി കുഫറുകളിൽ കട്ടിവാളും ഇളക്കിട്ട് പാഞ്ഞും തടുത്തിട്ടും മാട്ടി അവർ വെട്ടലായി കാട്ടും നീട്ട് ചില ചോട്ടിൽ ചാട്ട് തോയിൽ കുട്ടി പാട്ടിൽ അമർത്തട്ടലായി. ഇൻഷാ അല്ലാ അതാണ് പാട്ട്. എങ്ങനുണ്ട്? വേഗം കമന്റ് ചെയ്തോളൂ. പറ്റിക്കണമെങ്കിൽ പറ്റിക്കണില്ലെങ്കിൽ ഡിസ്ലൈക്ക് അയച്ചേക്ക്. ഓക്കെ, ഇൻഷാ അല്ലാ പാട്ടൊക്കെ അടക്കട്ടെ. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇനി ഇന്ന് പഠിപ്പിക്കുന്ന അക്ഷരം നല്ല രസമുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിലേക്ക് പോവാണ്. അതായത് ഈ കൂട്ടത്തിൽ ABCD അറിയുന്നവര് ആരൊക്കെയാണ്? കമന്റ് ചെയ്യട്ടോ. കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ABCD അറിയുന്നവര് കമന്റ് ചെയ്യാനും പറ്റണില്ലല്ലേ? പിന്നെ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെ നടക്കണം അല്ലേ? ഓക്കെ ഓക്കെ, അത് ലോക്കാക്കിയിട്ട് കാണല്ലോ. ഓക്കെ, ഫോണാക്കി തരാട്ടോ. ഓക്കെ ഓക്കെ, റെഡി റെഡി അല്ലേ? യെസ്, ഓക്കെ. കേട്ടില്ല? കുറച്ചേ അറിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ചറിയില്ല. ഞാൻ ചോദിക്കുന്നത് ABCD അറിയോ ചോദിച്ചാല് ABCD അതറിയോന്നാ ചോദിച്ചത്. ABCD അറിയോ ചോദിച്ചാൽ 4 അറിയോന്ന്. ABCD അതറിയോന്ന് അത്ര ഉദ്ദേശിച്ചത്. ABCD അറിയോന്ന് പറഞ്ഞാല് നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയണ്ടോ? അറിയുന്ന പറയണം. ABCD അറിയില്ല? ഞാൻ നിങ്ങൾക്ക് ABCD ഒക്കെ അറിയുന്ന എത്തിക്കണം. ആയിക്കോട്ടെ. ഏതായാലും ഇൻഷാ അല്ലാ ABCയിലെ B എന്നുള്ള അക്ഷരം ഉസ്താദ് ഒന്ന് പറഞ്ഞുതരാം. B അറിയുന്നോലെ S എന്ന് ടൈപ്പ് ചെയ്യണേ വേഗം. മക്കളെ ഇത് വിടല്ലേ കേട്ടോ, സ്റ്റിക്കർ വിടല്ലേ, സ്റ്റിക്കർ ഒഴിവാക്കുക. ഓക്കെ, റെഡി. ഓക്കെ, റെഡിയാണ് ഇൻഷാ അല്ലാ. അപ്പൊ ABCDയിലെ B എന്നുള്ള ലെറ്റർ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇനിയൊരു പാട്ട് കൂടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടോണ്ടിട്ടോ. ABCD അല്ലേ? ഇതാണ് ABCD എന്ന് അറിയുന്നത്. ഇതറിയോ എന്നാണ് ഉസ്താദ് ചോദിച്ചത്. യെസ് എന്ന് കുറേ ആളുകൾ ടൈപ്പ് ചെയ്തു. അപ്പൊ ഒരുപാട് ആളുകൾക്ക് അറിയാം. ആരും N ടൈപ്പ് ചെയ്തൊന്നും കണ്ടില്ല. നീ നോക്കട്ടെ.
ഇല്ല, ഒക്കെ എസ് എന്ന് തന്നെ ടൈപ്പ് ചെയ്തിരിക്കണത്. ഇൻഷാ അല്ലാ എനിക്കറിയും. ഓക്കെ, എല്ലാവരും എസ് എന്ന് തന്നെ ടൈപ്പ് ചെയ്തിരിക്കണത്. ABCD ഓക്കെ, റെഡിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അക്ഷരം നിങ്ങൾക്ക് പഠിഞ്ഞു. പോവല്ല ചങ്ങായി, എവിടേക്ക് പോണ്? ഇങ്ങോട്ട് വാ, ക്ലാസ് കേൾക്കാൻ വാ. പഠിച്ചോനെ ഓൻ അവിടെ കൊടുക്കും പോണ്. അപ്പോ ABCDയിലെ ബി എന്ന ലെറ്റർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതന്നെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഈ അറബിയിലെ ബീനെ പോലെ ഒരു ലെറ്റർ ഉണ്ട്. അതേതാ ലെറ്റർ എന്നറിയോ? ത്വാ. ഏതാ ലെറ്റർ? ത്വാ. ABCDയിലെ അറബിയിലെ ബീനെ പോലെ, ഇംഗ്ലീഷിലെ ബീനെ പോലുള്ള അറബിയിലെ ലെറ്റർ ആണ് ത്വാ. ജസ്ന മൻസൂറിലെ മോനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയേ. കുഞ്ഞുമണിയെ ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. ഓക്കെ, ABCDയിലെ ബി എന്ന ലെറ്റർ പോലെ അറബിയിലെ ലെറ്റർ ആണ് ത്വാ. നന്ദി, നമുക്ക് പാട്ടേക്കാം അല്ലേ? പാട്ടേക്കാം. എല്ലാരും ചൊല്ലണ ഞാനൊരു ബിയെപ്പോലൊരു ത്വാ ആണെന്ന്. ആഹാ, എല്ലാരും ചൊല്ലുണ്ട്, അല്ലെങ്കിൽ എല്ലാരും പറയണ ഞാനൊരു ബിയെപ്പോലൊരു ത്വാ ആണെന്ന്. മൊഞ്ചാണ് ത്വാ ഇൻ മുകളിൽ പുള്ളി കൊടുത്തൊരു ളാ ഇന്നിന്ന്. ത്വാന്റെ മുകളിൽ പുള്ളി കൊടുത്താല് ളാ. കുഞ്ഞാണിയെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാണുമ്പോ അടങ്ങാറാവുകയാണല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും മക്കളെ, എന്നാലേ ഇപ്പൊ തിരിയുള്ളൂ. ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട് മാത്രം കാര്യമില്ലേ. നോക്ക ഒന്നുകൂടി. ABCയിലെ ബീനെ പോലത്തെ അറബിയിലെ ലെറ്റർ, ആ ലെറ്റർ ആണെന്ത്? ത്വാ. ബീനെ പോലത്തെ അറബിയിലെ ലെറ്റർ ത്വാ. ഒന്നുകൂടെ നോക്കല്ലേ. എല്ലാരും ചൊല്ലണ ഞാനൊരു ബിയെപ്പോലൊരു ത്വാ ആണെന്ന്. എല്ലാരും പറയണ ഞാനൊരു ബിയെപ്പോലൊരു ത്വാ ആണെന്ന്. എന്റെ കൂടെ പാടിക്കാണി. അതാ സയാൻ എറിഞ്ഞിക്കൽ സ്ക്രീൻ ഷെയർ ചെയ്ത് അതിന്റെ അടിയിൽ ഫോണുമ്പോ കളിക്കല്ലേ കേട്ടോ. സയാനെ ഫോണുമ്പോ കളിക്കലടാ. ഓക്കെ, പോന്നില്ല. ഓക്കെ, എല്ലാരും ചൊല്ലണ ഞാനൊരു ബിയെപ്പോലൊരു ത്വാ ആണെന്ന്. മൊഞ്ചാണ് ത്വാ ഇൻ മുകളിൽ പുള്ളി കൊടുത്തൊരു ളാ ഇന്നിന്ന്. എങ്ങനെയുണ്ട്? എല്ലാരും പറയുന്നുണ്ട് ഞാന് ബീനെ പോലൊരു ത്വാ ആണ്. അതായത് ഇംഗ്ലീഷിലെ ബി ഇല്ലേ, ABCയിലെ ബി, ഈ ബീനെ പോലെ ഉള്ള അറബിയിലെ ലെറ്ററാണ് ത്വാ. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഞാന് ബീനെ പോലെയാണ്. അതാണ് ആ പറഞ്ഞത്. എല്ലാരും പറയണു ഞാനൊരു ബിയെപ്പോലൊരു ത്വാ ആണെന്ന്. പിന്നെ ഈ ത്വാന്റെ മേലൊരു പുള്ളി കൊടുത്താല് ളാ. ത്വാന്റെ മേലെ പുള്ളി കൊടുത്താൽ ഏതാ അക്ഷരം? ളാ. ളാ. മക്കള് ശ്രദ്ധിക്കുന്നുണ്ടോ? പറയണൊന്നും പറ്റണില്ലേ? ത്വാന്റെ മേലെ പുള്ളി കൊടുത്താലോ ളാ. ഒന്നുകൂടെ പറയല്ലേ. എല്ലാരും ചൊല്ലണ ഞാനൊരു ബിയെപ്പോലൊരു ത്വാ ആണെന്ന്. മൊഞ്ചാണ് ത്വാ ഇൻ മുകളിൽ പുള്ളി കൊടുത്തൊരു ളാ ഇന്നിന്ന്. ആയിക്കോട്ടെ കേട്ടോ. അതായത്
എ ബി സി. ബീനെ പോലത്തെ ലെറ്റർ ഏതാ? ഏതാ ലെറ്റർ? മൈക്ക് ഓൺ ആക്കാൻ അവസരമുണ്ട്, വേഗം ഓൺ ആക്കിയിട്ട് പറഞ്ഞോളി. ആവോ ഓക്കെ. എല്ലാരും ചൊല്ലണ ഞാനൊരു ബിയെ പോലൊരു ത്വാ ആണെന്ന്. ത്വാ. മൊഞ്ചാണേ ത്വാ ഇൻ മുകളിൽ പുള്ളി കൊടുത്തൊരു മൊഞ്ചാണ് ത്വാഇന്റെ മുകളിൽ പുള്ളി കൊടുത്തൊരു ലാ. ഇതേതാക്ഷരം? ഇത് ത്വാ, ഇത് വാ ട്ടോ. അത് എഴുതി ശരിക്കും എഴുതേണ്ട രൂപം ഇങ്ങനെയാണെന്നും പറയുന്നുണ്ട്. അയ്യോ, ഒരു മിനിറ്റ് ട്ടാ. ഓക്കെ. ത്വാ അതേപോലെ തന്നെ വാ. എ ബി സി. ബീനെ പോലെ അക്ഷരം ഏതാണ്? ത്വാ. അതിന്റെ മേലെ പുള്ളി കൊടുത്താല് ദ്വാ. മോനെ ശ്രദ്ധിക്കണ്ടോ? ഉണ്ട് അല്ലേ? ആയിക്കോട്ടെ. ഇനി ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ നാട്ടിലൊരു ബീത്താത്ത ഉണ്ട് കേട്ടോ. ബി ത്വാ ത്വാ, ബീത്വാത്ത. ബീത്താത്താക്ക് ഒരു രണ്ട് കുട്ടികളുണ്ടായി. അതിന് ബീത്താത്താക്ക് കുട്ടികളുണ്ടായപ്പോ ആ രണ്ട് കുട്ടികൾ രണ്ട് ചേലിലേനി. ഒരു കുട്ടിന്റെ ചേല് ഇങ്ങനെ, മറ്റേ കുട്ടിന്റെ ചേല് ഇങ്ങനെ. അപ്പൊ എല്ലാരും ബീത്താത്താനോട് പറഞ്ഞേ, നിങ്ങളെ കുട്ടികളെ കാണാൻ നല്ല ചൊറുക്കാണല്ലോന്ന്. ബീത്വാത്ത, തോത്തയാണ്, താത്തയല്ല, തോത്ത. അപ്പൊ ബീത്താത്താനോട് പറയണേ, പുള്ളിമോത്ത് പുള്ളിയുള്ള കുട്ടിയാണ് ഏറ്റവും നല്ല ചൊറുക്ക്. അപ്പൊ എല്ലാരും ചൊല്ലണ ഞാനൊരു ബിയെ പോലൊരു ത്വാ ആണെന്ന്. മൊഞ്ചാണേ, മൊഞ്ചാണ്ടോ? മൊഞ്ച പറഞ്ഞ ചൊർക്ക് എന്നാണ്. മൊഞ്ചാണേ ത്വാ ഇൻ മുകളിൽ പുള്ളി കൊടുത്തൊരു ലാ ഇന്നിന്ന്. ചൊർക്കുള്ളത് ലാ ആണ് കേട്ടോ. മുഖത്ത് പുള്ളി ഉണ്ടായ ഒന്നുകൂടി രസല്ലേ, അതുകൊണ്ടാണ് ത്വാ ചൊർക്കുള്ളത് ലാ ആക്കിയത് കേട്ടോ നമ്മള്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നുകൂടെ പാടിക്ക. നിങ്ങൾ പാടൂലേ? എല്ലാരും ചൊല്ലണ ഞാനൊരു ബിയെ പോലൊരു ത്വാ ആണെന്ന്. മൊഞ്ചാണേ ത്വാ ഇൻ മുകളിൽ പുള്ളി കൊടുത്തൊരു വാ ഇന്നിന്ന് വാ. കണ്ടോ? ഇനി ഇതിന് ഫത്തഹും കസറും ഒമ്മടണം കൂടി പഠിപ്പിച്ചു തരാം. ഇതുവരെ ഫത്തഹും ഒമ്മും കസറും ഇട്ടിട്ടില്ലല്ലോ. ഈ അക്ഷരം മനസ്സിലായോ? ആദ്യം അതൊന്ന് കമന്റ് ചെയ്യും. ഈ അക്ഷരം മനസ്സിലായവർ എത്ര ആളുണ്ട്? മനസ്സിലായവർ എസ്, അല്ലാത്തവർ എൻ. അക്ഷരം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എസ് അല്ലെങ്കിൽ എൻ. സുഹ ഫാത്തിമ. ഓക്കെ. ഓക്കെ സന റെഡി. ഓക്കെ, റെഡിയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഓലെ പേരാണോ ഉമ്മാന്റെ പേരാണോ എന്ന് എനിക്കറിയില്ല. ആ, സുഹ ഫാത്തിമ. സുഖല്ല അല്ലേ? ആയിക്കോട്ടെ, സാറില്ല. അള്ളാഹു ഷിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന്. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ചേർന്നതിന് ശേഷം പനിച്ച കുട്ടികളുണ്ട്, വൈറൽ പനി ആയ കുട്ടികളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഷിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉമ്മാർക്കും ഉപ്പാർക്കും ഒക്കെ രോഗമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഭയങ്കര സങ്കടകരമായിട്ടുള്ള വാർത്തകളൊക്കെ കേട്ട കുട്ടികളൊക്കെ ഉണ്ട്. ഈ ബാച്ചിൽ നല്ല പൊതുവെ ബാച്ചിലുണ്ട്. ഞങ്ങള് മുമ്പ്
ഒരു ഇപ്പോഴും നടത്താറുണ്ട് മിഷൻ ടോപ്പ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലപ്പോൾ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ. 1700-ലധികം സ്റ്റുഡൻസ് ഉണ്ട് മിഷൻ ടോപ്പ് പ്ലസ്സിൽ. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് പ്ലസ് ഒക്കെ കിട്ടിയ അക്കാദമിയാണ്. 180 ചില്ലാൻ അക്കാദമിയാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. അല്ല, 180 ചില്ലാനും ടോപ്പ് പ്ലസ് കഴിഞ്ഞ വർഷം കിട്ടിയത്. അപ്പോ അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബാച്ചിലൊന്നല്ല, നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ. ആ മോനിന്ന് ഈ ലോകത്തില്ല. ആ മോന് ആക്സിഡന്റ് പറ്റിയിട്ട് മരണപ്പെട്ടു പോയി. ആ മോന്റെ പെങ്ങള് നമ്മുടെ അലിഫ് ബ കോഴ്സിലുണ്ടായിരുന്നു, ഈ അക്ഷര പഠന കോഴ്സിലുണ്ടായിരുന്നു. അന്നൊക്കെ വെറും അലിഫ് ബ മാത്രമായിരുന്നു, ഇക്ര തുടങ്ങിയിട്ടില്ല. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് ടീം നടക്കുന്നതാണെന്ന് മാത്രം. അപ്പോ അള്ളാഹു ആ മോന്റെ ഒക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. സ്വർഗീയമായ എല്ലാ ആസ്വാദനങ്ങളും ആ മോൻക്ക് അള്ളാഹു നൽകട്ടെ. ആ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ. നിങ്ങളെ പോലെ ക്ലാസ്സിലിരുന്ന മക്കളാണ്. ഇന്ന് ആ മക്കളില്ല. പടച്ചോൻ കാക്കട്ടെ അത്തരം അനുഭവങ്ങളെ തൊട്ട്. ഇൻഷാ അല്ലാഹ്. ഒരു കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ്, എ ബി സി, ഇതിലെ ബീനെ പോലെ അറബിയിലുള്ള അക്ഷരമാണ് ത്വാ. ഈ ത്വാഇന്റെ മുകളിൽ ഒരു പുള്ളി കൊടുത്താലോ? വാ. ത്വാഇന്റെ മുകളിൽ ഒരു പുള്ളി കൊടുത്താല് വാ. അപ്പോ ഇത് രണ്ടുമാണെന്ന് നമ്മൾ ആകെ പറഞ്ഞത്. എങ്ങനെ? ബീനെ പോലെ ഒരു അക്ഷരമാണ് ത്വാ. ത്വാഇന്റെ മുകളിൽ പുള്ളി കൊടുത്താലോ? ലാ. ഇനി നമുക്ക് ഫതഹും കസ്റും ലമ്മൊക്കെ ഇട്ടാൽ എങ്ങനെ വായിക്കാന്ന് പറഞ്ഞുതരാം. ഫതഹും കസ്റും ലമ്മും. റെഡി? ഫതഹിന്റെ സൗണ്ട് ആ എന്നാണ്. നല്ല ശ്രദ്ധിച്ചോട്ടോ മക്കളെ. ചില കുട്ടികൾ ഇതിൽ ചേർന്നിക്കണ അക്ഷരം അറിയിട്ടല്ല, അവർക്ക് സൗണ്ട് അറിയില്ല. ഈ സൗണ്ട്, ഊ സൗണ്ട്, ആ ആ. ഫതഹ് ഇട്ടാല് ആ സൗണ്ട്, കെസർ ഇട്ടാല് ഈ സൗണ്ട്. ഇത് ഇങ്ങോട്ടാ എഴുതിയല്ലേ? ഇങ്ങനെ. ഓക്കെ, പഠിച്ച് എഴുതിയതാണ്. അറിയാതെ ഇവിടുന്ന് ഇങ്ങനെ ഗ്യാപ്പ് കണ്ടപ്പോൾ എഴുതി പോയതാണ്. ഈ സൗണ്ട്, ഊ സൗണ്ട്. ഈ കൈകൊണ്ടൊക്കെ എഴുതുമ്പോഴുള്ള ചില പ്രശ്നങ്ങളാണ് കേട്ടോ അത്. ആ സൗണ്ട്, ഈ സൗണ്ട്, ഊ സൗണ്ട്. ഇനി ഇതിന്മേ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പഠിച്ച ഇതിട്ടു ബാ. എങ്ങനെ വായിക്ക? ആന്ന് പറയുമ്പോ, ആന്ന് പറഞ്ഞാണ് എല്ലാരും ആ ആ പറയടാ. ആ ആ. ഒന്നുകൂടി. ആ. ഇനി ഈ എന്ന് പറയുമ്പോ എന്താ വായ ആവണം നോക്കാണി. ഈ ഈ ഈ ഈ. ഊന്ന് പറയുമ്പോഴാ കണ്ടോ ചുണ്ടും ഇങ്ങോട്ട് വരും. ഊ ഊ ഊ. നമ്മൾ ഊതൂലേ? ആ, അതേപോലെ ഊ. കണ്ടോ ചുണ്ട് ഇങ്ങനെ കൂടിയാണ് വരും. ഊ. അപ്പോ ആ എന്ന് പറയുമ്പോ വേലക്ക് ആ ഈ ഊ. ആ ഈ ഊ. ഓക്കെ, റെഡി. ഇനി ബാ വെച്ചിട്ടാന്ന് പറഞ്ഞാണ്. മേലെ ഫതഹ് ഇട്ടാല്, മേലെ ഫതഹ് ഇട്ടാല് തൊള്ള വിളിക്ക് ബാ. കെസ്റിട്ടാലോ ബി. ദമ്മിട്ടാലോ ചുണ്ടും കൂടെ വരണം. ബൂ ബൂ. ആ, ബൂ. അപ്പോ ബ ബി ബൂ. ഇനി ഇനി അത് വേറെ അക്ഷരത്തിലിട്ടാലോ? നിങ്ങൾ പഠിച്ച ത ആയിക്കോട്ടെ. തായിന് ഫതഹ് ഇട്ടാല് ത. കെസ്റിട്ടാലോ തി. ലൊമ്മിട്ടാലോ കണ്ടോ ചുണ്ട് കൂടൂലേ? തൂ തൂ.
മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഏത് അക്ഷരത്തിനും അങ്ങനെയാണ്. ഇനിയിപ്പോ നിങ്ങള് ഇതുവരെ പഠിച്ചാത്തൊരു അക്ഷരം ഇട്ടു എന്ന് വിചാരിക്കാം. പഠിച്ചാത്ത നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, മദർസ് പഠിച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെ വായിക്കാം? ഫതഹ് ഇട്ടാല് മീമിന് ഫതഹ് ഇട്ടാല് മ, കസ്റിട്ടാലോ മീ, ലൊമ്മിട്ടാലോ മൂ. മൂ കണ്ടോ? മൂ. നിങ്ങൾ ശ്രദ്ധിക്കിപ്പോ അടക്കട്ടെ. എങ്ങനെയാണ്? മൂ കണ്ടോ? ചുണ്ട് ഇങ്ങനെ വരും. റെഡിയാണോ? എന്നാ ഇനി ഫ എന്ന് പറഞ്ഞു നോക്കാണി. ഫതഹ് ഇട്ടാൽ പറ നിങ്ങൾ പറഞ്ഞോളി. ഫതഹ് ഇട്ടാൽ ഒരു മിനിറ്റ് ഞാൻ ഓണാക്കി തരാം, മൈക്ക് ഓണാക്കി തരാം. ഫതഹ് ഇട്ടാൽ എന്താ വായിക്കാം? തൊള്ള പൊളിച്ചു പറയണം കേട്ടോ. മ അല്ലെങ്കിൽ ഫ. കസ്റിട്ടാലോ എന്താ വായിക്ക? ഫി. ഫീ എന്നാണ് നീട്ടരുത്. അതിനെ നീട്ടണമെങ്കിൽ യാ കൊടുക്കണം കേട്ടോ. ഫി. ലൊമ്മിട്ടാലോ ഓക്കെ. ഫു. ഫൂ നീട്ടണ്ട. ഫു. ഫൂ നീട്ടണമെങ്കിൽ വാവും കൂടെ കൊടുക്കണം, ലൊമ്മിന് നീട്ടാനുള്ള അക്ഷരം. നഞ്ഞി കാഫിന് ഫതഹ് ഇട്ട എന്താ വായിക്ക? കസ്റിട്ടാലോ കസ്റിട്ടാലോ ലോമ്പിട്ടാലോ അല്ലേ? അതായത് നമ്മളൊരു ഉസ്താദേ പണ്ടൊരിക്കങ്ങനെ വണ്ടിമ പോയിരുന്നു കേട്ടോ. മൂപ്പര് പറഞ്ഞ കഥയാണ്, കറിയില ഉണ്ടാവേക്കാരൻ കറിയില്ല, മൂപ്പര് വെറുതെ തമാശക്ക് പറഞ്ഞാണ്. അപ്പൊ ഒരു കറുത്ത പക്ഷി ഇങ്ങനെ പാടി. അപ്പൊ ആ കറുത്ത പക്ഷി വെച്ചുണ്ടാക്കാണ്, കാ കാ കാ. കുറച്ചു കഴിഞ്ഞപ്പോ ഉണ്ട് ഉസ്താദ് വളവിലെത്തിയപ്പോ ഓണടിച്ചു. എന്നിങ്ങനെ ഓണടിച്ചത്? കീ കീ കീ. കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് റോഡ് കൂടി ഒരു കുറുക്ക് അങ്ങനെ പായുണ്ട്. എങ്ങനെ സൗണ്ട് ഉണ്ടാവുക? കൂ ല്ലേ? അതായത് ഫതഹിനെ നീട്ടാൻ അലിഫുണ്ട്, കെസറിനെ നീട്ടാൻ യാ ഉണ്ട്, ലൊമ്മിനെ നീട്ടാൻ വാവുണ്ട്. പാട്ടിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഫതഹിനെ നീട്ടാൻ അലിഫുണ്ട്, കെസറിനെ നീട്ടാൻ യാ ഉണ്ട്, ലൊമ്മിനെ നീട്ടാൻ വാവുണ്ട്. വാവാണ് കേട്ടോ. ലൊമ്മിനെ നീട്ടാൻ വാവുണ്ട്. 1ാം ക്ലാസ് പഠിച്ചാണല്ലേ. ബായിനപ്പൊ നീട്ടുകയാണെങ്കിലോ ബാ. കണ്ടോ? ഫതഹിനെ നീട്ടാൻ അലിഫുണ്ട്. ഇതിന്റെ കെസറാണെങ്കിലോ കെസറിനെ നീട്ടാൻ എന്താ എടുക്കുക? യാ. കെസറിനെ നീട്ടാൻ യാ ഉണ്ട്. ഇത് ലൊമ്മാണെങ്കിലോ ലൊമ്മിനെ നീട്ടാനോ ലൊമ്മിനെ നീട്ടാൻ വാവുണ്ട്. റെഡി? സെറ്റല്ലേ? സെറ്റാണോ? അല്ലേ? ഓക്കെ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കട്ടോ മക്കളെ. ഇൻഷാ അല്ലാഹ് ബാങ്ക് കഴിഞ്ഞ് ഉടനെ അവസാനിപ്പിക്കാം.
എട്ട് 8 വരെ മിണ്ടാതിരിക്കണം കേട്ടോ.